ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ശനി ഞായറും എസ്പെഷ്യലി റിവിഷൻ്റെ ടൈമാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം അത്യാവശ്യം പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉറയ്ക്കുന്ന ക്വസ്റ്റ്യനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ട്രിക്ക് കിട്ടുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ടു ബി ബുക്ക് മാർക്ക് എന്ന് പറയുന്ന സീരീസിൽ പോകുന്നത്. അതായത് ബുക്ക് മാർക്ക് ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ നേരം ക്യൂസസ് ഒക്കെ എടുക്കാൻ നേരം നമുക്ക് കിട്ടാത്തതോ അല്ലെങ്കിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കത്തില്ല, അത് പിന്നെയും ചെയ്തൊന്ന് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. ആൻസർ കമൻറ്റ് ചെയ്യണേ. രണ്ട് സർക്കിളുണ്ട്. അപ്പം ഇത് വലിയ സർക്കിളിൻ്റെ O എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ സെൻറ്ററും ഇനി Q എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിളിൻ്റെ സെൻറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? ഇത് മൊത്തത്തിൽ 5. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്, വലുത് 6 ആണ്. ഓക്കെ, അപ്പം ഇത് ഇത്രയും 6, ഇത് ഇത്രയും 5, ഇത് ഇത്രയും 6. അപ്പോൾ ഇത് എത്ര വരും? 1 സെൻറ്റിമീറ്റർ വരും. OQ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. ആൻഡ് ഏതാ പറയുന്നത്? ഇത് OQ, ഇതിനെ ഞാൻ ABC എന്ന് വിളിച്ചു. ഓക്കെ, AB എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിളിൻ്റെ ടാൻജൻറ്റുമാണ് ആൻഡ് വലിയ സർക്കിളിൻ്റെ ലാർജസ്റ്റ് കോഡുമാണ്. അപ്പം ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ചെറിയ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും AC എന്ന് പറയുന്നത്. അത് ഈ റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ റേഡിയസുമായിട്ട് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇത് ഇത്രയും 1 ആണ്, ഇത് ഇത്രയും 6 അല്ല, ഇത് ഇത്രയും 5. BQ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, 5 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്. ഓക്കെ, ആൻഡ് BO എന്ന് പറയുന്നതോ? BO എന്ന് പറയുന്നത് BQ മൈനസ് OQ, അതായത് 5 മൈനസ് 1 ഈസിക്കൽ ടു 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. OQ എങ്ങനെ നമുക്ക് കിട്ടി? OQ ഈസിക്കൽ ടു OE മൈനസ് QE. OE എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ മൈനസ് 5 സെൻറ്റിമീറ്റർ. ഇത് ആദ്യത്തെ OE എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ റേഡിയസും QV എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസും ആയിരിക്കും. അപ്പം 1 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇനി എത്ര? ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്രയാണെന്ന് കിട്ടിയ 4. ക്ലിയർ അല്ലേ? ഫൈൻഡ് ദ ലാർജസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ OA എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരുന്നത്? 6 അല്ലേ? കാരണം OA എന്ന് പറയുന്നത് 6 ആയിരിക്കും, കാരണം റേഡിയസ് ഓഫ് ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ AB എന്ന് പറയുന്നത് എന്ത് വരും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് AB എന്ന് പറയുന്ന റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, അതായത് 6 പ്ലസ് 4 10 ഇൻറ്റു 20, അതായത് 10 ഇൻറ്റു 2, അതായത് 20 വരും. റൂട്ട് 20 വരും, അതായത് 2√5 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് AB എത്രയാണോ ലെങ്ത് വരുന്നത് അതിൻ്റെ സെയിം ലെങ്ത് ആയിരിക്കും BC എന്ന് പറയുന്നത്. അതായത് ഒരു കോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാൻജൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഈ റേഡിയസ് അല്ലെങ്കിൽ ഇതിപ്പോൾ AC എന്ന് പറയുന്നത് ഒരു കോഡാണെങ്കിൽ വലിയ സർക്കിളിൻ്റെ കോഡാണ് AB എന്ന് പറയുന്നതെങ്കിൽ ഇത് അതിൻ്റെ സെൻറ്ററും ആണെങ്കിൽ സെൻറ്റർ എന്ത് ചെയ്യും? 90 ഡിഗ്രിയിൽ ബൈസെക്റ്റ് ചെയ്യും. ഈ ഒരു കോഡിനെ സെൻറ്ററിൽ നിന്നുള്ള ലൈൻ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ AB എന്ന് പറയുന്നത് എത്ര? ഇത് C ആണ്. AB എന്ന് പറയുന്നത് 2√5 ആണ്. ഈ BC എന്ന് പറയുന്നത് 2√5 ആയിരിക്കും. OB എന്ന് പറയുന്ന ലൈൻ ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4√5 ആയിരിക്കും മൊത്തത്തിൽ ഈ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതല്ലേ ചോദിച്ചേക്കുന്നത്? കോഡിൻ്റെ ലെങ്ത് എന്നല്ലേ ചോദിച്ചേക്കുന്നത്, ലാർജസ്റ്റ് കോഡിൻ്റെ ലെങ്ത്. അത് ഓപ്ഷൻ C 4√5 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയിൻ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. 124 ദിവസം കൊണ്ട് എത്ര മെൻ? 120 മെൻ 124 ദിവസം കൊണ്ട്
എത്ര 120 ഒരു വർക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ 64 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 64 ദിവസം കൊണ്ട് എത്ര ആൾക്കാർ 120 മനുഷ്യർ പണി ചെയ്തപ്പോൾ അവർ വർക്കിൻ്റെ എത്ര മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ? 2/3 പാർട്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇനി റിമൈനിങ് വർക്ക് എത്ര? 1/3 ഉണ്ട്. അത് ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 60 ദിവസം. 64 ദിവസമേ കഴിഞ്ഞുള്ളൂ. 124 64 പോയാൽ ബാക്കി എത്ര? 60. അപ്പം 60 ഇൻറ്റു ഇനി എത്ര, എനിക്ക് എത്ര ആൾക്കാരാണെന്ന് അറിയത്തില്ല, ഞാനതിനെ എക്സ് എന്നിട്ടു. 3 പോയി, 2 പോയി, അതായത് എക്സിൻ്റെ വാല്യൂ 64 കിട്ടി. അതായത് ആൾക്കാർ റിമെയിൻ ചെയ്യുന്നതല്ലേ ചോദിച്ചാൽ, ഹൗ മെനി മെൻ ക്യാൻ ബി ഡിസ്ചാർജ്ഡ് എന്നാണ് പറഞ്ഞത്. അതായത് ഇനിയും 64 എത്ര, ഇനി 60 ദിവസം കൂടെ വർക്ക് ചെയ്യണം, 64 ആൾക്കാർ വേണം എന്നാണ് പറഞ്ഞത്. കണ്ട എക്സിൻ്റെ വാല്യൂ 64 എന്ന് പറഞ്ഞാൽ 64 ആൾക്കാർ വേണം റിമൈനിങ് 1/3 വർക്ക് ചെയ്യാനായിട്ട്. അതായത് മൊത്തത്തിൽ 120 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് 64 കുറച്ച് എത്ര ആൾക്കാരെ കളയാം? 56 ആൾക്കാരെ വേണോ? മൊത്തത്തിൽ 120 ഉണ്ട്, അതിന് 64 ആൾക്കാർ മതി പണി തീർക്കാനായിട്ട്. അപ്പോൾ 56 ആൾക്കാർ നമുക്ക് വേണ്ട, അവരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പണിയിൽ നിന്ന് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഏതാ? മറ്റേ M1D1/W1 = M2D2/W2 ചെയിൻ ഫോർമുലയാണ്. ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ റിവിഷൻ, ഇപ്പോൾ CHSLൻ്റെ എക്സാമിൻ്റെ ഒക്കെ സമയം വരും. അപ്പം എക്സാമിനൊക്കെ നല്ല രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബുക്ക് മാർക്ക്ഡ് സീരീസ് മുമ്പുള്ളതും പോകുന്നത്. മുമ്പുള്ളത് അത്യാവശ്യം ഒരു 50 to 60% സിലബസ് കവർ ചെയ്തവർക്ക് ഹെൽപ്ഫുൾ ആവും. സാറ്റർഡേ സൺഡേ പോണ ഈ ഒരു സീരീസ് എസ്പെഷ്യലി നിങ്ങളുടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് അത്യാവശ്യം പേഴ്സൻറ്റേജിൽ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അല്ലാത്തവരും ചെയ്ത് പഠിച്ചോ, ബട്ട് നിങ്ങളുടെ ബേസിക്സ് നല്ല രീതിയിൽ കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇതൊക്കെ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ആയിട്ട് പറയുന്ന തിയറീസാണ്, ചെയിൻ ഫോർമുല എന്ന് പറയും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. The unit digit is 4. ഓക്കെ, അപ്പം നോക്കിക്കേ, ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ, നമ്മളൊരു 2 ഡിജിറ്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 21 എന്ന് പറയുകയാണ്, 10th പ്ലേസിൽ കിടക്കുന്നത് 20. അപ്പോൾ ആ ഡിജിറ്റ് ഏതാ? 2 അല്ലേ? അപ്പം 2 × 10 + 1. അപ്പം 10th പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റിനെ ഞാൻ എക്സ് എന്നും വിളിച്ചു, യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നതിനെ വൈ എന്നും വിളിച്ചു. അപ്പോൾ എങ്ങനെ 10x + y എന്നല്ലേ നമ്മളൊരു നമ്പറിനെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പം സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര? 2a + 1, അതായത് x + y. സം ഓഫ് ഡിജിറ്റ് x + y ആയിരിക്കും. അതായത് x + y എന്ന് പറയുന്നത് ഈസ് 1/7 ഓഫ് ദ നമ്പർ. ഈ നമ്പറിൻ്റെ 1/7 ആയിരിക്കും. അതായത് 10x + y-യുടെ 1/7 ആയിരിക്കും x + y എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് 21. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം 10x + y = 7x + 7y. അങ്ങോട്ട് പോകാൻ നേരം 6y = 3x എന്ന് വരും. ഓർ x/y എന്ന് പറയുന്നത് 2/1 ആയിട്ട് വരും. 2 ഡിജിറ്റും തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 - 1, 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര നമ്പർ ലെസ്സാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 4 ലെസ് ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് 4 ആണെങ്കിൽ 2 യൂണിറ്റ് എക്സ് എത്ര വരും? 2 × 4 8, y എത്ര വരും? 4 വരും. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ കറസ്പോണ്ടിങ്ങിലി 8 and 4 എന്ന് വരും. ഇനി നോക്കിക്കേ, അപ്പോൾ നമ്മുടെ നമ്പർ എത്ര വരും? 8. നമ്പർ എത്ര വരും? 10x + y, 10 × 8 + 4, 84 ആയിരിക്കും നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഓൺ റിവേഴ്സിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ നമ്പർ എത്ര? 84 തിരിച്ചിട്ടാൽ 48. ഈ 48നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര എന്നാണ് ചോദ്യം. എത്ര ആയിരിക്കും? 48നെ 6 കൊണ്ട് 6 തവണ അടങ്ങും, 42. റിമൈനിങ് 6 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്. അതായത് റിമൈൻഡർ എത്ര വരും? 6. അതായത് 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, റിമൈൻഡർ 6 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ സി വിൽ ബി യുവർ ആൻസർ. എങ്കിലും 4ാമത്തെ ക്വസ്റ്റ്യൻ. മൂന്ന് നമ്പർ കോപ്രൈം ടു 1 അനദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 നമ്പേഴ്സ് A, B, C. ഓക്കെ, അപ്പം AB എത്ര? 432. അതായത് ആദ്യത്തെ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 432. അവസാനത്തെ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് BC എന്ന് പറയുന്നത് 945. അപ്പം നോക്കിക്കേ, HCF ഓഫ്
432 ആൻഡ് 945 എന്ന് പറഞ്ഞാൽ എന്തുവാ നമുക്ക് കിട്ടുന്നത്? HCF ഓഫ് AB ആൻഡ് BC അല്ലേ? അതായത് AB-ക്കും BC-ക്കും കോമൺ ആയിട്ട് എടുക്കാവുന്ന ഹയസ്റ്റ് നമ്പർ ഏത് തന്നെ? AB-യിലും B-യിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ? B അല്ലേ? അപ്പം B ആയിരിക്കും. അതായത് HCF ഓഫ് 432 ആൻഡ് 945 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 432-നെ നമുക്ക് 24 × 18 എന്ന് എഴുതാം. ഇതിനെ 105 × 9 എന്ന് എഴുതാം. ഇതിനെ 3 × 8 × 9 × 2 35 × 3 × 9. അപ്പം 3 × 9 ദേ 3 × 9, അതായത് 27 ആയിരിക്കും ഇവരുടെ HCF എന്ന് പറയുന്നത്. അതായത് 27 ആയിരിക്കും സെക്കൻഡ് നമ്പറായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സം ഓഫ് ദി നമ്പേഴ്സ് എത്രയാണ്? അപ്പം നമുക്കിനി B 27 കിട്ടി. ഇനി നമുക്ക് 27 പോകാൻ നേരം 8 × 2 16. A എത്ര വരും? A എന്ന് പറയുന്നത് 432/27 16 വരും. B എന്ന് പറയുന്നത് 945/27, അത് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി, 35 എന്ന് വരും. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് എത്ര? C എന്ന് പറയുന്നത് 945/27 വരും, 35. അപ്പം 16 + 35 + 27 എത്ര വരും? 10, 40, 20, 50, 50, 63, 5, 68 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതെങ്ങനെ C 945/27 എന്ന് കിട്ടിയേ? കാരണം AB 432. A × B-ൻ്റെ വാല്യൂ എത്ര ഇവിടെ കിട്ടി? 27. 27 എന്ന് പറയുന്നത് 432. അപ്പോൾ A എത്ര വരും? 432/27. BC എന്ന് പറയാൻ 945. അപ്പം C എന്ന് പറയുന്നത് 945/B. ബിയുടെ വാല്യൂ 27. ഓക്കെ, എങ്കിലും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 3, 7, 11 കൊണ്ടൊരു നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമെങ്കിൽ, ഡിവിസിബിൾ ആണെങ്കിൽ 3x - 4y വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2, 3, 5 xy. അപ്പോൾ നോക്കിയേ, 11 കൊണ്ടൊരു നമ്പർ ഡിവിസിബിൾ ആവും. ആദ്യം നമുക്ക് 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ഡിജിറ്റ്സിൻ്റെ സമ്മ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? അപ്പം 2 + 3 + 5 എത്ര? 8 × 2 10. അപ്പം x + y ഇനിയും, അതായത് +10. ഇനിയും 10ൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ x + y + മൊത്തത്തിൽ, അതായത് അടുത്ത 10 കഴിഞ്ഞ് അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 3-ൻ്റെത് 12. അപ്പോൾ 12 വരണമെങ്കിൽ x + y എത്ര വരണം? 2 വരണം. 12 കഴിഞ്ഞിട്ടുള്ള അടുത്ത 3-ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 15. അപ്പോൾ 15 വരണമെങ്കിൽ 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്യണം. അപ്പോൾ x + y വാല്യൂ 5 വരാം. ഓർ 15 കഴിഞ്ഞ് 3-ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 18. അപ്പോൾ 10ൻ്റെ കൂടെ 8 ആഡ് ചെയ്യണം 18 ആവാൻ. അതായത് x + y 8 വരെ ഇങ്ങനെ പോവും. 2, 5, 8 ഏത് വേണേലും വരാം. എപ്പോൾ? ഡിവിസിബിൾ ബൈ 3, 3-ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ. ഇനി ഡിവിസിബിൾ ബൈ 11 ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ സമ്മ് എടുക്കുക. 2 + 5 7 + y, 7 + y മൈനസ്, അതായത് ഓഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് എടുക്കുക, മൈനസ് ഈവൻ പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സ് എടുക്കുക. അതായത് രണ്ടാമത് 3 പോയിട്ട് നാലാമത്, രണ്ടാമതും നാലാമതും തമ്മിലുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് എത്ര? 3 + x. ഇതിൻ്റെ വ്യത്യാസം 0 - 11 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x അല്ലെങ്കിൽ ഈ നമ്പർ 11ൻ്റെ ഡിവിസിബിൾ ആകും, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെത്ര വരും? 4. പിന്നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് x - y എന്ന് പറയുന്നത് 4 കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, x + yക്ക് ഇതിൽ നിന്നൊരു വാല്യൂ എടുത്ത് കൊടുക്കണം, ആൻഡ് x - yക്ക് 4 വരണം. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ നേരം എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടും. നോക്കിക്കേ, 3, 7 ആൻഡ് ഓക്കെ, നമ്മൾ 2 ഇട്ട് കൊടുക്കാൻ നേരം, ഓക്കെ, 4 - 2 2, 2/1. നമുക്ക് 2 ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 2 35. ഇത് ആദ്യം x + y 2 ആയിട്ട് എടുക്കുക, x - y 4 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരം 2x എന്ന് പറയുന്ന 6, x എന്ന് പറയുന്നത് 3. x 3 ആണെങ്കിൽ y എന്ന് പറയുന്നത് കണ്ടോ, x 3 ആണെങ്കിൽ x പ്ലസ് ആഡ് ചെയ്യുമ്പോൾ 2 വരണം. അത് പറ്റുമോ?
രണ്ടും കൂടെ ചെയ്യാൻ നേരം 2x 6 x 3. അപ്പോൾ നമുക്ക് ആക്ച്വലി വൈൻ്റെ വാല്യൂ മൈനസ് വരും. അത് വരാൻ പറ്റത്തില്ല. വൈയും എക്സ് എന്ന് പറയുന്നത് ഡിജിറ്റ്സ് ആണ്, അവിടെ മൈനസ് വരാൻ പറ്റുമോ? അപ്പം നമുക്ക് ഈ ഒരു കാര്യം പോസിബിലിറ്റി എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി എക്സ് പ്ലസ് വൈക്ക് 5 ഇട്ട് കൊടുക്കണ്ട, 8 ഇട്ട് കൊടുക്കാം. 8ഉം എക്സ് മൈനസ് വൈ 4. ഇത് സോൾവ് ചെയ്യാൻ നേരം 2x എന്ന് പറയുന്നത് 12 വന്നു, എക്സ് 6 വന്നു. എക്സ് 6 ആണെങ്കിൽ വൈ 2 വരും. കണ്ടോ, സാറ്റിസ്ഫൈഡ് ആയി. നിങ്ങളവിടെ 5 ഇട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് എക്സിനും വൈക്കിനും പ്രോപ്പറായിട്ടൊരു വാല്യൂ കിട്ടത്തില്ല എപ്പോൾ എക്സ് പ്ലസ് വൈക്ക് 2ഓ 5ഓ ഇട്ട് കൊടുക്കുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 3x. എക്സിൻ്റെ വാല്യൂ എത്ര? 6. അപ്പോൾ 3 × 6 - 4 × y എത്ര? 2. അതായത് 8 18. ആൻസർ എത്ര വരും? 10 വരും. അത് ഓപ്ഷനൊരു മിസ്റ്റേക്ക് വന്നതാണ്. ആൻസർ 10 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6, വൈൻ്റെ വാല്യൂ 2. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ ബുക്ക് മാർഡ് ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നാളെ അടുത്ത സെറ്റ് ഓഫ് ബുക്ക് മാർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സൊക്കെ കാണും. അപ്പോൾ അവരുടെ ഒരു സ്ട്രക്ചർ, നിങ്ങളുടെ ഒരു എൻ്റയർ കരിക്കുലത്തിൻ്റെ സ്ട്രക്ചർ നമുക്കിവിടെ പറയാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. ആദ്യം ബേസിക് ക്ലാസ്സസ് ആയിരിക്കും, ഫോളോ അപ്ഡ് ബൈ ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷൻ. അതായത് നിങ്ങളെ ഗ്രൂപ്പ് ആക്കി ഇരുത്തും, എന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് മെറ്റീരിയൽ ചെയ്യാൻ തരും. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് എഫക്റ്റീവായിട്ട് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഫർദർ ഗൈഡ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് കാണും. നിങ്ങളെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും അവരൊത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്, മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും. അവിടെ സപ്പോർട്ടിനായിട്ട് മെൻറ്റേഴ്സ് കാണും. അതിനുശേഷം സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച്. ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഇത്രയും സെറ്റ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഇൻറ്റൻസ് ആയിട്ട് ആ 2 മാസം ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഫോക്കസ് ബാച്ച് അല്ലെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അവിടെയും നിങ്ങളെ ഫർദർ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് കാണും. പിന്നെ വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ വർക്കൗട്ട് സെഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് സെഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ. എല്ലാ PU എക്സാംസിൻ്റെ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവിടെ എങ്ങനെ നന്നായിട്ട് എക്സൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ് നിങ്ങൾക്ക് മോക്ക് സെഷൻ വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ കോച്ചിങ്ങും ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ബുക്ക് മാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.